ഈ മാർക്കിസിൻ്റെ മകളും സിമാജി അവളുടെ ഒരു കൺസോർട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡീമണിക് ലേഡി അവൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ തൻ്റെ മകളുടെ സേഫ്റ്റി എന്താവുമെന്നാണ് അയാൾ ആദ്യം ആശങ്കപ്പെട്ടത്. പക്ഷേ അതിനെപ്പറ്റിയൊക്കെ പിന്നീട് ആലോചിക്കാം. ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം തിങ്ങാനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. അതിനു വേണ്ടത് ചെയ്യാൻ യോയുവാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നടക്കുന്ന വിരുന്ന് അതിന് പറ്റിയൊരു ചാൻസായി ഉപയോഗിക്കാവുന്നതാണ്. ഡീമണിക് ലേഡിയായ തിങ്ങാനെയും അതേപോലെ ഷിയാൻയുവിനെയും അവിടെ നിന്ന് ഒഴിവാക്കാൻ സഹായിച്ചാൽ അവളുടെ ലക്ഷ്യം സാധിക്കാൻ താൻ കൂടെ നിൽക്കാമെന്ന് മാർക്കിസ് ഉറപ്പ് നൽകുന്നു. അങ്ങനെ അന്ന് രാത്രിയിലെ വിരുന്ന് നടക്കുന്നുണ്ട്. തിങ്ങാനും സിമാജിയാമോയും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. തിങ്ങാൻ അവിടെ നടക്കുന്ന ഡാൻസൊക്കെ ശരിക്കും ആസ്വദിക്കുകയാണ്. കൂട്ടത്തിൽ അവിടെ വെച്ചിരിക്കുന്ന ഫുഡും അവൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. സിമാജിയാമോയുടെ കിட்ட അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുന്നിലുണ്ടായിരുന്ന ചെറുകൾ അവൾ മുഴുവൻ കഴിച്ചു നിന്നപ്പോൾ വീണ്ടും തിരയുന്നത് കണ്ട് അവൻ തൻ്റെ മുന്നിലിരുന്നത് അവൾക്ക് നൽകാനായി അസിസ്റ്റൻറ്റിന് ഓർഡർ നൽകുന്നുണ്ട്. അത് തിങ്ങാൻ്റെ മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ അവൾ അവനെ നന്ദി പറയുന്നു. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നാണെന്ന് സിമാജിയാവോ പറയുന്നുണ്ട്. എന്തായാലും തിങ്ങാൻ കൂടുതൽ തർക്കിക്കാനൊന്നും നിൽക്കുന്നില്ല. അവനിങ്ങനെ അവളോട് മാത്രം സ്പെഷ്യൽ കെയറൊക്കെ നൽകുന്നത് അവിടെ ഇരിപ്പുണ്ടായിരുന്ന അവൻ്റെ ഒരു കൺസോർട്ടിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മാർക്കിസിൻ്റെ മകൾ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അവൾ വന്നിരുന്നെങ്കിൽ തിങ്ങാൻ്റെ അഹങ്കാരം തീർന്നേനെ എന്നൊക്കെ ആ കൺസോർട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്താണ് സിമാജിയാവോയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോഴത്തെ രാജമാതാവാണല്ലോ അവർ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. മുന്നിലേക്ക് വന്ന അവൻ്റെ അമ്മയെ കണ്ടപ്പോൾ തിങ്ങാൻ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ സിമാജിയാവോയുടെ അമ്മയായിരുന്ന സിമായി തന്നെയാണ് ഇപ്പോഴും അവൻ്റെ അമ്മയായിരിക്കുന്നത്. പക്ഷേ സിമാ വംശക്കാർ അങ്ങനെ നശിച്ചതുകൊണ്ട് അവരുടെ സോൾ പുനർജനിക്കാൻ സാധ്യതയില്ല. രൂപത്തിൽ മാത്രമേ ഈ സാദൃശ്യം ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അമ്മയുടെ സ്നേഹം കിട്ടാതെ പോയതിൻ്റെ വിഷമം തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അവനിങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് എന്നൊക്കെ തിങ്ങാൻ വിചാരിക്കുന്നു. എന്തായാലും അവരെ കണ്ടപ്പോൾ അവൾ ശരിക്കും ടച്ച്ഡ് ആയതുപോലെ നിൽക്കുകയാണ്. അവളുടെ ആ ഒരു നോട്ടവും നിൽപ്പുമൊക്കെ അവരും സിമാജിയാവോയും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ സിമാജിയാവോ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പെണ്ണിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആദ്യമായിട്ടാണ്. അതുകൊണ്ട് വന്നപ്പോൾ തന്നെ അമ്മ അവളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത് എന്താണെന്നും അവർ ചോദിക്കുന്നു. ഞാൻ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിലെ ദേവതയുടെ അതേ മുഖമാണ് അവർക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കി നിന്നതെന്നാണ് തിങ്ങാൻ പറഞ്ഞത്. അവൾ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് മധുരമായി സംസാരിക്കാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞ് അവർ അവരുടെ സീറ്റിൽ പോയിരിക്കുന്നു. അവിടെ ചെന്നിരുന്ന ശേഷം തിങ്ങാനോട് കൂടുതൽ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അവളുടെ ശരിക്കുള്ള സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവളൊരു സിറ്റിയുടെ പേര് പറയുന്നു. അതിവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ്. പിന്നെ എന്തിനാണ് ആ സ്ഥലം വിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അമ്മയും ഞാനും പട്ടുനൂൽ പുഴുക്കളെ വളർത്തിയായിരുന്നു കുട്ടിക്കാലം മുതൽ ജീവിച്ചു പോന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം അവിടെ ഒരു വലിയ വരൾച്ച ഉണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അതുകൊണ്ടാണ് ദൂരെയുള്ള ഈ സ്ഥലത്തേക്ക് വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്. അമ്മ ഇപ്പോൾ മരിച്ചു എന്നൊക്കെയാണ് തിങ്ങാൻ പറഞ്ഞത്. അവളുടെ സ്റ്റോറി കേട്ടപ്പോൾ അമ്മയ്ക്ക് അവളോട് കുറച്ച് സിമ്പതിയൊക്കെ തോന്നുന്നുണ്ട്. ഇനി അങ്ങനത്തെ കഷ്ടപ്പാടിനെ കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നില്ലേ, രാജാവിനെ നല്ലതായിട്ട് സെർവ് ചെയ്താൽ അവൾക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളെ സമാധാനിപ്പിക്കുന്നു. ഈ സമയത്താണ് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഒരു കൺസോർട്ട് സിമാജിയാവോയ്ക്ക് വൈൻ നൽകാനായി എഴുന്നേറ്റ് ചെന്നത്. അവൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് അവർ ചെന്നത്. പക്ഷേ ആ വൈനുമായിട്ടുള്ള പോക്ക് കണ്ടപ്പോൾ തന്നെ വൈനിൽ പോയിസൺ ചേർത്തിട്ടുണ്ട് എന്ന് തിങ്ങാനും മനസ്സിലാവുന്നു. അവൾ എന്തോ മാജിക് ചെയ്ത് ആ പോയിസൺ അതിൽ നിന്ന് കളഞ്ഞതിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വൈൻ കുടിച്ചിട്ടും സിമാജിയാവോയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. ആ പ്ലാൻ ഫെയിലായി എന്നറിഞ്ഞതോടെ ആ വന്ന പെണ്ണ് അവളുടെ തലയിലിരുന്ന ഹെയർ പെൻ ഊരി അവനെ കുത്താനൊരുങ്ങുന്നു. അവൾ അത് തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഡീമണിക് എനർജിയുടെ സാന്നിധ്യം തിങ്ങാൻ മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നു. അങ്ങനെ അവൾ സിമാജിയാവോയെ പിടിച്ചു മാറ്റുന്നുണ്ട്. ആ സമയത്ത് അവളുടെ കയ്യിൽ ആ ഹെയർ പിൻ കൊണ്ടൊരു ചെറിയ മുറിവുണ്ടാവുന്നു. അതിൽ യോയുവാൻ്റെ ഡീമണിക് എനർജിയാണുള്ളത്. യോയുവാനാണ് പെണ്ണിനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതെന്ന് തിങ്ങാനും മനസ്സിലാവുന്നു. അങ്ങനെ ഡീമണിക് എനർജി ഉള്ളതുകൊണ്ട് തന്നെ ആ മുറിവ് അത്ര പെട്ടെന്ന് ഭേദമാകുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് വിരുന്ന് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുന്നു. സിമാജിയാവോയും അമ്മയും കൂടി അതിനുശേഷം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവൻ വിരുന്നിൻ്റെ സമയത്ത് അധികമൊന്നും കഴിച്ചില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അമ്മ അവന് പ്രത്യേകം സൂപ്പൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ തിങ്ങാനെ പറ്റിയും അവർ തമ്മിൽ സംസാരിക്കുന്നു. ഇതിനു മുമ്പ് പല പെൺകുട്ടികളെയും വിവാഹം കഴിക്കുന്നതിനെ പറ്റിയും സ്വീകരിക്കുന്നതിനെ പറ്റിയുമൊക്കെ അമ്മ അവനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവൻ ഇതുവരെ ആരെയും മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അവിടെയുള്ള കൺസോർട്ടുമാരെ ഒന്നും അവൻ ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ടൊരു പെണ്ണിനെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അമ്മയെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തിങ്ങാനെക്കുറിച്ച് ഇത്ര താല്പര്യത്തോടെ അവർ സംസാരിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ നേരിട്ട് കാണുന്നതിന് ഒരുപാട് കാലം മുമ്പ് തന്നെ അവളെ സ്വപ്നത്തിൽ കാണാൻ തുടങ്ങിയിരുന്നു. എന്തോ ഒരു കണക്ഷൻ അവളുമായി ഫീൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. മാത്രമല്ല അവളിപ്പോൾ 2-3 തവണ തൻ്റെ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ സിമാജിയാവോ താല്പര്യത്തോടെ പറയുന്നു. അവൻ്റെ കമ്മിങ് ഓഫ് ഏജ് സെറമണി നടക്കുന്ന സമയത്ത് അവനൊരു എംപ്രസിനെ ആവശ്യമാണ്. അത് ഈ തിങ്ങാനെ തന്നെ ആക്കിക്കൂടെ എന്നമ്മ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്
എസ് എന്നോ നോ എന്നോ ഒരു മറുപടി അവൻ തൽക്കാലം നൽകുന്നില്ല. അതിനുശേഷം അവൻ തനിച്ചിരുന്ന് അവിടുത്തെ റിപ്പോർട്ട്സൊക്കെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അറിയാതെ മയങ്ങിപ്പോകുന്നു. ആ സമയത്ത് തിങ്ങാനെ പറ്റിയുള്ള ഓർമ്മകൾ ചെറുതായിട്ട് അവൻ്റെ മനസ്സിലേക്ക് വരുന്നു. അതായത് ആദ്യം ഒരു തവണ അവൻ നിർബന്ധിച്ച് അവളെ കൊണ്ട് തൻ്റെ നെഞ്ചത്ത് കുത്തിച്ചിരുന്നല്ലോ, ആ സമയത്തെ ഓർമ്മയാണ് അവന് തിരിച്ചു കിട്ടിയത്. അങ്ങനെ അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. അത് പഴയ ഓർമ്മയാണെന്നൊന്നും അവൻ അറിയില്ലല്ലോ, അവളെ വീണ്ടും സ്വപ്നം കണ്ടതാണെന്നാണ് അവൻ കരുതിയത്. അങ്ങനെ അവൻ അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നു. തിങ്ങാൻ്റെ കയ്യിലെ മുറിവ് ആദ്യത്തെ പോലെ പെട്ടെന്ന് ഭേദമായിരുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ സംഭവിക്കാതിരുന്നതെന്ന് അവൻ അന്വേഷിക്കുന്നു. ദേവതമാർക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് തിങ്ങാൻ പറയുന്നുണ്ട്. അവന് ഇതുവരെ അവളെ അങ്ങോട്ട് പൂർണ്ണ വിശ്വാസമായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോഴും അവൾ ശരിക്കും ആരാണ്, എന്താണ് അവളുടെ ശരിക്കുള്ള ഉദ്ദേശം എന്നൊക്കെ അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവനെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഡീമൺ ലവേഴ്സ് ആയിരുന്നു, പക്ഷേ നീ പെട്ടെന്ന് മരിക്കുകയുണ്ടായി, അങ്ങനെ എനിക്ക് നിന്നെ അന്വേഷിച്ച് ഈ ഭൂമിയിലേക്ക് വരേണ്ടി വന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഇപ്പോഴും അവനതൊന്നും അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല. ഡീമൺ ലവേഴ്സ് ആയിരുന്നെങ്കിൽ എങ്ങനെയുള്ള ഡീമൺ ലവേഴ്സ് ആണ് എന്ന് അവൻ ചോദിക്കുന്നു. അതിന് മറുപടിയായി നീയൊരു വലിയ സർപ്പമായിരുന്നു, ഞാനൊരു നീർനായായിരുന്നു എന്നാണ് അവൾ തമാശയായി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവളുടെ ആ രൂപം ഇപ്പോഴൊന്ന് കാണിക്കാൻ അവൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം ഇത്ര ആയില്ലേ, അതുകൊണ്ട് പിന്നീട് ഒരു അവസരത്തിൽ കാണിക്കാമെന്ന് പറഞ്ഞ അവൾ തൽക്കാലം ഒഴിഞ്ഞു മാറുന്നു. സിമാജിയാവോ തൽക്കാലം അവൾ പറയുന്നതൊക്കെ വിശ്വസിച്ച് അവിടെ നിന്ന് പോവാൻ തയ്യാറാവുന്നു. പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് അവളെ വിശ്വസിക്കുന്നതായും ഇന്നു മുതൽ തങ്ങൾ ഒരുമിച്ചുള്ള ഒരു ലൈഫ് ആരംഭിക്കുകയാണ് എന്നും പറഞ്ഞിട്ടാണ് അവൻ പോയത്. ഗവർണർ ഷിന്യുവിനെ സുരക്ഷിതമായൊരു സ്ഥലത്തെത്തിച്ചിരുന്നത് പറഞ്ഞിരുന്നല്ലോ, അവിടെ നിന്ന് അയാളെ ചോദ്യം ചെയ്യാനായി തടവറയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവിടെ തടവിലായിരുന്ന അയാളുടെ അടുത്തേക്ക് ഒരു കാവൽക്കാരൻ എത്തി അന്ന് രാത്രി അയാളെ കൊല്ലുന്നുണ്ട്. യോയുവാനാണ് ആ കാവൽക്കാരനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. ആ വാർത്ത അധികം വൈകാതെ തന്നെ മാർക്കിസിൻ്റെ അടുത്ത് എത്തുന്നു. അയാൾ മുമ്പ് ആവശ്യപ്പെട്ടതുപോലെ തിങ്ങാൻ അവിടെ നിന്ന് ഓടിക്കാൻ സാധിച്ചില്ലെങ്കിലും അവളുടെ ശരീരത്തിലൊരു മുറിവുണ്ടാക്കാൻ യോയുവാന് കഴിഞ്ഞല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ ഗവർണറെയും കൊന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് മാർക്കിസ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. തിങ്ങാൻ്റെ ശരീരത്തിലുണ്ടായിരിക്കുന്ന മുറിവ് വെറും മുറിവല്ല, അതിൽ യോയുവാൻ അവൻ്റെ കുറച്ച് എനർജി കടത്തി വിട്ടിട്ടുണ്ട്. അതിലൂടെ അതവളുടെ ഡീമണിക് കോറിലേക്ക് സ്പ്രെഡാവും. നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുന്നതോടെ പണ്ടത്തെ പോലെ അവൾ വീണ്ടും ആ ഡീമണിക് കോറിൻ്റെ കൺട്രോളിലാവും. അങ്ങനെ അവൾ തന്നെ ഞാൻ ആവശ്യപ്പെടുമ്പോൾ സിമാജിയാവോയെ കൊന്നോളും എന്നുകൂടി യോയുവാൻ മാർക്കിസിനോട് പറയുന്നുണ്ട്. സിമാജിയാവോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നത് കാരണം ഫിസിഷ്യൻ ഈ ഇടയ്ക്ക് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൾ ശരിക്കും മാർക്കിസിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും സിമാജിയാവോ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈയുടെ കുടുംബത്തെ മുമ്പ് മരണത്തിൽ നിന്ന് സിമാജിയാവോ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ ശരിക്കുള്ള കൂറ് സിമാജിയാവോയുടെ തന്നെയാണ്. അവൻ ഒരു സ്പൈ ആയിട്ട് മാർക്കിസിൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ടാണ് അയാളോട് കൂറുള്ള രീതിയിൽ അവൾ വിവരങ്ങളെ ചോർത്തി കൊടുക്കുന്നതും അയാളുടെ ആളായിട്ട് പെരുമാറുന്നതുമൊക്കെ. വിരുന്ന് നടക്കുന്ന സമയത്ത് തിങ്ങാന് നേരെ അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നതിനെ പറ്റി അവൾക്ക് മാർക്കിസിൻ്റെ കയ്യിൽ നിന്ന് സൂചന ഒന്നും കിട്ടിയില്ലല്ലോ. അതിനെ തന്നെ ശിക്ഷിച്ചോളാൻ ഈ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. ഇതുവരെ അവളുടെ ഐഡൻറ്റിറ്റിയിൽ മാർക്കിസിന് സംശയമൊന്നും തോന്നാത്തത് തന്നെ അവൾ നല്ല രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് ശ്രമിക്കാൻ പറഞ്ഞ് സിമാജിയാവോ അവളെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഈ സമയത്താണ് തിങ്ങാൻ കൊടുത്തയച്ച ഒരു ഷീറ്റ് പേപ്പറുമായിട്ട് സിമാജിയാവോയുടെ അസിസ്റ്റൻറ്റ് അങ്ങോട്ടേക്ക് വന്നത്. മാർക്കിസിനെതിരായിട്ടുള്ള കുറച്ച് തെളിവുകളായിരുന്നു അത്. അതെങ്ങനെ അവൾക്ക് കിട്ടിയെന്ന് സിമാജിയാവോ അമ്പരക്കുന്നു. അവൻ്റെ വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ഒരു രേഖ ഉണ്ടാക്കി തന്നതെന്ന് അസിസ്റ്റൻ്റ് അറിയിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ വിശ്വസ്തനായ മന്ത്രി അങ്ങോട്ടേക്ക് വന്നിട്ട് തടവിലായിരുന്ന ഗവർണർ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയിക്കുന്നത്. പക്ഷേ സിമാജിയാവോയ്ക്ക് അത് കേട്ടിട്ട് പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് എല്ലായിടത്തും അറിയിച്ചേക്കാൻ മാത്രം അവൻ പറയുന്നുണ്ട്. തിങ്ങാൻ അന്ന് രാത്രി സിമാജിയാവോ തൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി തന്നെ കൊല്ലാൻ തുടങ്ങുന്നതായി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു. ശരിക്കും യോയുവാൻ്റെ നെഗറ്റീവ് എനർജി അവളുടെ ഉള്ളിൽ സ്പ്രെഡ് ആവുന്നതിൻ്റെ ഒരു സൂചന മാത്രമായിരുന്നു. ഞെട്ടി ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് സ്വപ്നമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും അവളെ കാണാനായി റൂളിംഗ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. റൂളിങ്ങിൻ്റെ സഹായത്തോടെയായിരുന്നു തിങ്ങാൻ ആ ബുക്ക് സംഘടിപ്പിച്ചത്. തടവറയിൽ കൊല്ലപ്പെട്ടത് ശരിക്കുള്ള ഗവർണർ അല്ല. അയാളെ ആ കൊല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് തിങ്ങാൻ്റെ ജനറലായ ചിയാനാണ്. ഇമ്മോർട്ടൽ ആയതുകൊണ്ട് തന്നെ ആ പരിക്കുകൊണ്ട് അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല. കൊലയാളി ഗവർണർ കൊല്ലപ്പെട്ടു എന്ന് കരുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൻ ശരിക്കുള്ള രൂപത്തിലേക്ക് ആവുന്നു. ശരിക്കുള്ള ഗവർണറെ അവർ കുറച്ച് മുമ്പ് തന്നെ രക്ഷപ്പെടുത്തി സേഫായിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാർക്കിസിൻ്റെ ആളുകളാണ് തന്നെ രക്ഷിക്കാൻ വന്നിരിക്കുന്നതെന്നാണ് ഗവർണർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. പിന്നീട് അവർ പറഞ്ഞപ്പോഴാണ് മാർക്കിസാണ് ശരിക്കും ഇപ്പോൾ അയാളെ കൊല്ലാൻ ആഗ്രഹിച്ചത്, തങ്ങളെ അയച്ചത് തിങ്ങാനാണ് എന്ന് ചിയാനും നിശങ്കും കൂടി പറയുന്നു. ഗവർണർ ആദ്യം അത് വിശ്വസിക്കുന്നില്ല. അയാളുടെ കുടുംബം മാർക്കിസിൻ്റെ സംരക്ഷണയിലാണ്, അതുകൊണ്ട് ഒരിക്കലും മാർക്കിസ് ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെയാണ് ഗവർണർ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ അയാളുടെ കുടുംബത്തെയും ഓൾറെഡി മാർക്കിസ് കൊന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ 1-2 ആഭരണങ്ങളും മറ്റ് സാധനങ്ങളുമൊക്കെ അവർ അയാളുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതോടെയാണ് മാർക്കിസ് തന്നെ ചതിച്ചു, തന്നെ തഴഞ്ഞിരിക്കുകയാണ്, മാർക്കിസ് തന്നെയാണ് തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നതെന്ന്
ഗവർണർക്ക് ബോധ്യമാവുന്നത്. അങ്ങനെ മാർക്കിസിനെതിരായ തെളിവുകൾ നൽകാൻ അയാൾ തന്നെ തയ്യാറായി മുന്നോട്ട് വരികയായിരുന്നു. അങ്ങനെയാണ് ആ ഡോക്യുമെൻറ്റ്സ് തിങ്ങാൻ കിട്ടിയത്. വിരുന്നിൻ്റെ സമയത്ത് യോയുവാൻ്റെ എനർജി ഉപയോഗിച്ച് ഒരു ലേഡി അറ്റാക്ക് ചെയ്തപ്പോഴാണല്ലോ തിങ്ങാൻ മുറിവുണ്ടായത്. ആ മുറിവിലെ യോയുവാൻ്റെ എനർജിയെ ട്രേസ് ചെയ്ത് നിഞ്ചു കുറേ ദൂരം പോയിരുന്നു. യോയുവാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആ ലേഡി അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് മാർക്കിസുമായി മീറ്റ് ചെയ്തിരുന്നുവെന്ന് നിഞ്ചുവിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. മാർക്കിസും യോയുവാനും തമ്മിൽ എന്തെങ്കിലും ഡീൽ ഉണ്ടാക്കിയോ എന്ന് അങ്ങനെ റൂലിങ്ങിന് സംശയമായിരിക്കുന്നു. അതിനെപ്പറ്റി പറയാനായിരുന്നു റൂലിംഗ് ഇപ്പോൾ തിങ്ങാൻ്റെ അടുത്തേക്ക് വന്നത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം അവളെ നേരിട്ട് കാണിച്ചു കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൾ തിങ്ങാനെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. തിങ്ങാൻ പോയി കഴിഞ്ഞപ്പോൾ സിമാജിയാവോ അവളുടെ മുറിയിലേക്ക് വരുന്നു. അവളെ അവിടെയും കാണാതെ അവൻ അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അവിടെയുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു റൂളിംഗ് തിങ്ങാനെ കൂട്ടിക്കൊണ്ട് പോയത്. അവിടുത്തെ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് നടക്കുന്ന സ്ഥലമാണത്. അവിടെ ഒരു പ്രൊട്ടക്ഷൻ ബാരിയർ ഉള്ളതായി റൂളിങ്ങിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അത് തിങ്ങാനെ കാണിച്ചു കൊടുക്കാനായിരുന്നു അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. മനുഷ്യർ മാത്രമല്ല, ഭൂമിയിൽ ഇങ്ങനെ ഒരു സ്പിരിച്വൽ ബാരിയർ ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും തക്കതായ പ്ലാൻ ഉണ്ടായിരിക്കണം. മിക്കവാറും സിമാജിയാവോ തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു ബാരിയർ ഇവിടെ ഉണ്ടാക്കിയത്. നമുക്കറിയാത്ത എന്തോ പ്ലാനിങ് അവൻ നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം അവൻ്റെ സോൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് എന്നൊക്കെ റൂളിംഗ് അവളെ അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യോയുവാൻ ഇപ്പോൾ മാർക്കിസിൻ്റെ സഹായിയായി കൂടിയിരിക്കുന്നതും ഇതുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും ലക്ഷ്യത്തിനായിരിക്കണം. അവൻ വിജയത്തിലെത്താൻ സമ്മതിച്ചുകൂടാ എന്ന് പറഞ്ഞ് തിങ്ങാൻ ആ ബാരിയർ തകർക്കാനായി സ്പിരിറ്റ് ഫയർ ഉപയോഗിച്ച് നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. സ്പിരിറ്റ് ഫയറിനെ പോലും അതിനെ തകർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ അതിനുള്ളിലേക്ക് കയറാൻ ഇനി അവളുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. സിമാജിയാവോ കിരീടധാരണ ചടങ്ങ് നടക്കുന്ന സമയത്ത് അതിനുള്ളിലേക്ക് കയറും. ആ സമയത്ത് രാജ്ഞിക്കും അവൻ്റെ ഒപ്പം കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവൻ്റെ രാജ്ഞിയാവുക മാത്രമാണ് ഇനി തൻ്റെ മുന്നിലുള്ള വഴിയെന്ന് അവൾ ഉറപ്പിക്കുന്നു. സിമാജിയാവോ ഈ സമയമെല്ലാം അവളെ അന്വേഷിച്ച് അവളുടെ മുറിയിൽ തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇടയ്ക്കവൻ അവിടെ ഇരുന്ന് മയങ്ങി പോകുന്നുണ്ട്. കുറേ കഴിഞ്ഞ് ഉണർന്നപ്പോഴും തിങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. തിങ്ങാനും സിമാജിയാവോയും മുമ്പ് ലവേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം യോയുവാൻ ഇതിനകം മാർക്കിസിനെയും അറിയിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിൽ പിന്നെ അത് തന്നെ അവനെതിരായിട്ടുള്ള പ്ലാനിന് വേണ്ടി ഉപയോഗിച്ചാലോ എന്ന് അയാൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ കാലമായി അവിടെ ഇവിടെ ഒരു കനാൽ നിർമ്മിക്കുന്നതിന് വേണ്ടി കുറേ മന്ത്രിമാർ സിമാജിയാവോയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അതിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് പറഞ്ഞത് ഈ മാർക്കിസ് ആയിരുന്നു. ഇപ്പോൾ അയാളായിട്ട് തന്നെ ആ വിഷയം അവതരിപ്പിക്കാം. കനാലിന് അപ്രൂവൽ നൽകാൻ സിമാജിയാവോയെ നിർബന്ധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരുത്തി തീർക്കാം. അങ്ങനെ ആകുമ്പോൾ അവനതിന് പെർമിഷൻ നൽകേണ്ടി വരും. പക്ഷേ കനാലിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് യോയുവാൻ അവിടെ ഒരു വലിയ ദുരന്തം ഉണ്ടാക്കണം. അതോടെ ഇപ്പോൾ സിമാജിയാവോയുടെ കൂടെയുള്ള തിങ്ങാൻ കാരണമാണ് ഇങ്ങനെ ഒരു ദുരന്തം വന്നതെന്ന് പറഞ്ഞ് അവളെ ടാർഗറ്റാക്കി അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കാം. അതാണ് അയാളുടെ പ്ലാൻ യോയുവാനും ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള നെഗറ്റീവ് എനർജി വളരെ കൂടുമല്ലോ. അത് അയാൾക്ക് സഹായമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദുരന്തമുണ്ടാക്കുന്ന കാര്യം അയാൾ ഏൽക്കുന്നുണ്ട്. സിമാജിയാവോ അടുത്ത ദിവസം കൊട്ടാരം സദസ് കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴും തിങ്ങാൻ തിരികെ വന്നിട്ടുണ്ടായിരുന്നില്ല. തലേന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങാത്തതിനാൽ അവന് നല്ല ഉറക്കക്ഷീണമുണ്ട്. അവനിപ്പോഴും തിങ്ങാൻ്റെ കൊട്ടാരത്തിനടുത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ കുറച്ച് അടുത്തെത്താറായപ്പോഴാണ് അവിടെ ഈ മാർക്കിസിൻ്റെ മകളായിട്ടുള്ള അവൻ്റെ ഭാര്യ പ്രശ്നമുണ്ടാക്കുന്ന അവൻ കണ്ടത്. അവിടെയുള്ളൊരു ജോലിക്കാരി തിങ്ങാൻ അകത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിക്കാൻ തയ്യാറാവാതെ അവൾ ആ ജോലിക്കാരിയെ ഉപദ്രവിക്കാൻ തുടങ്ങുകയായിരുന്നു. സിമാജിയാവോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നിന്ന് അവളെ വഴക്ക് പറഞ്ഞ് ഇടപെടുന്നുണ്ട്. ഈ സമയത്താണ് തിങ്ങാൻ തിരികെ എത്തിയത്. ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നത് കണ്ട് അവൾ മറിഞ്ഞു നിൽക്കുന്നു. അവൾ അങ്ങനെ അവിടെ നിൽക്കുന്നത് സിമാജിയാവോ ഇടയ്ക്ക് കാണുന്നു. അതോടെ അവളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവൻ ആ കൺസോർട്ടിനോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. തലേദിവസം രാത്രി കൂടി അവൾ അവനെ അങ്ങോട്ടേക്ക് വിളിച്ചതാണ്. പക്ഷേ അവൻ പോയിരുന്നില്ല. ഇന്ന് രാത്രി ഉറപ്പായും അവളുടെ അടുത്തേക്ക് ചെല്ലാം, അതിനുവേണ്ടി തയ്യാറെടുത്തോളം പറഞ്ഞ് സിമാജിയാവോ നല്ല സ്നേഹം കാണിക്കുന്നുണ്ട്. തിങ്ങാൻ ഇത് കണ്ട് ആകെ രക്തം തിളയ്ക്കുന്നു. അത് തന്നെയാണ് സിമാജിയാവോയുടെ ഉദ്ദേശവും. അവർ പോയി കഴിഞ്ഞപ്പോൾ തിങ്ങാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവനിങ്ങനെ ആ കൺസോർട്ടിനോട് സ്നേഹം കാണിച്ചതിൻ്റെ പരിഭവം അവളുടെ മുഖത്തുണ്ട്. ആ പിണക്കത്തോടെ തന്നെയാണ് അവൾ അകത്തേക്ക് ചെന്നത്. തലേന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ അവന് നല്ല ക്ഷീണമുണ്ട്. അവൾ കരുതിയത് അവന് തലവേദന ആയിരിക്കും എന്നാണ്. കൊട്ടാരം സദസ്സിൽ അച്ഛനായ മാർക്കിസുമായി ഡീൽ ചെയ്യണം, രാത്രിയിൽ മകളുമായി ഡീൽ ചെയ്യണം. പിന്നെ എങ്ങനെയാണ് തലവേദന ഉണ്ടാവാതിരിക്കുകയെന്ന് അവൾ കുറച്ച് മുനെ വെച്ച് സംസാരിക്കുന്നുണ്ട്. സിമാജിയാവോയ്ക്ക് ഇത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. നീ കാരണമാണ് എനിക്കിങ്ങനെ തലവേദന വന്നത്, നീ എവിടെ ആയിരുന്നുവെന്ന് അവൻ ചോദിക്കുന്നു. അവൾ കരുതിയത് അവൻ രാവിലെ ആയിരിക്കും അങ്ങോട്ടേക്ക് വന്നതെന്നാണ്. അതുകൊണ്ട് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഗാർഡനിലേക്ക് പോയി എന്ന് അവൾ കള്ളം പറയുന്നു. ഞാൻ ഇന്നലെ രാത്രി മുതലേ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് അവൻ പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രിയിലും എനിക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഞാൻ ഗാർഡനിൽ പോയി നിൽക്കുകയായിരുന്നു എന്ന് അവൾ വീണ്ടും കള്ളം പറയുന്നു. അപ്പോഴാണ് ഗാർഡനിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ 3-4 തവണ അവൻ നേരിട്ട് പോവുകയും ജോലിക്കാരെ വിട്ട് അന്വേഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്ന് അവിടെ ഉണ്ടായിരുന്ന സെർവൻസ് പറയുന്നത്. അതോടെ തിങ്ങാൻ എന്ത് കള്ളം പറയണമെന്ന് അറിയാതെ ആവുന്നു. കള്ളം പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഉത്തരം പറയാതിരുന്നോട്ടെ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. സിമാജിയാവോ അവളെ കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നില്ല. എല്ലാവരും പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവൻ ഇപ്പോഴും തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവൻ പിണക്കം നടിച്ചിരിക്കുന്നു. അവൾ എവിടെയായിരുന്നു എന്ന് പറയാത്തതിൻ്റെ പിണക്കമാണ്.
തിങ്ങാൻ പതുക്കെ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, ഞാൻ ആദ്യം നിന്നെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? കഴിഞ്ഞ 19 വർഷങ്ങളായി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിന്നെ വീണ്ടും കണ്ടപ്പോൾ നിന്നോട് എനിക്ക് പലതും ചോദിക്കാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുമുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ചോദിക്കാനോ പറയാനോ എനിക്ക് സാധിച്ചില്ല. നീ ഇവിടെ ഇങ്ങനെ സമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാനോ ഓർമ്മിപ്പിക്കാനോ എനിക്ക് തോന്നിയില്ല എന്ന് അവൾ പറയുന്നു. അത് കേട്ടപ്പോൾ സിമാജിയാവോയ്ക്ക് അവളുടെ ആ ദേഷ്യം കുറച്ച് കുറയുന്നു. അങ്ങനെ അവൾ മസാജ് ചെയ്യാൻ അവൻ സമ്മതിക്കുന്നുണ്ട്. അവിടുത്തെ ഡോക്ടർമാരൊക്കെ എന്തൊക്കെ മരുന്നുകൾ പ്രയോഗിച്ചിട്ടും ഇതുവരെ അവൻ്റെ ആ വേദന കുറയ്ക്കാൻ ഒട്ടും സാധിച്ചിരുന്നില്ലല്ലോ. പക്ഷെ തിങ്ങാൻ മസാജ് ചെയ്യുന്ന സമയത്ത് മാത്രം അവന് കുറച്ച് റിലാക്സ് ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് അവൻ ചോദിക്കുന്നു. അവൾ അതിന് മറുപടി പറയാതെ അവൻ്റെ ചെവിയിൽ ചെറുതായിട്ടൊന്ന് നുള്ളിയിട്ട് അവൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. അവളിങ്ങനെ സ്വാതന്ത്ര്യം കാണിക്കുന്നതിനെ അവൻ ചോദ്യം ചെയ്തപ്പോൾ, ഞാൻ ഇപ്പോൾ മാത്രമല്ലല്ലോ ഇതിന് മുമ്പും പല സ്വാതന്ത്ര്യവും കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ കവിളിൽ ചെറുതായിട്ടൊന്ന് കിസ് ചെയ്യുന്നു. ഇത്തവണ സിമാജിയാവോ ദേഷ്യപ്പെടുന്നില്ല. അവൻ ചെറുതായി പുഞ്ചിരിക്കുന്നതേ ഉള്ളൂ. മുമ്പത്തെ ദേഷ്യമൊക്കെ പൂർണ്ണമായി മാറിയതുകൊണ്ട് നേരത്തെ മറ്റേ കൺസോർട്ടിനെ ഉപയോഗിച്ച് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചതിന് അവൻ സോറി പറയുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ ആ ഒരു കൺസോർട്ട് മാത്രമല്ലല്ലോ, ഇവിടെ മുഴുവൻ നിൻ്റെ ഭാര്യമാരല്ലേ എന്ന് അവൾ കുറച്ച് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അവരെയൊന്നും ഞാൻ എൻ്റെ ഇഷ്ടത്തോടെ ഇവിടെ കൊണ്ടുവന്നതല്ല. അവരെല്ലാം ഓരോ ലക്ഷ്യങ്ങളുമായിട്ട് ഇവിടെ എത്തിയവരാണ്. ഇവിടെ ഒരു ബാലൻസ് നിലനിർത്താൻ എനിക്ക് അവരെയൊക്കെ ഇവിടെ താമസിപ്പിച്ചേ പറ്റുകയുള്ളൂ. അല്ലാതെ എനിക്ക് അവരുമായൊന്നും യാതൊരു ബന്ധവുമില്ല. ആരെയും ഇന്നുവരെ ഞാൻ തൊട്ടിട്ട് പോലുമില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നിൻ്റെ കാര്യത്തിൽ പക്ഷേ അങ്ങനെയല്ല, നീ മാത്രം വ്യത്യസ്തയാണ്, നിനക്ക് എൻ്റെ സന്തോഷം മാത്രം മതി എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പറയുക മാത്രമല്ല, പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് റൊമാൻറ്റിക് ഫീൽ വരുന്നതിനാൽ അവളെ കിസ് ചെയ്യാനായി മുന്നോട്ട് ചെല്ലുകയും ചെയ്യുന്നു. പക്ഷേ തിങ്ങാൻ പെട്ടെന്ന് മുഖം കുനിച്ചതിനാൽ നെറ്റിയിലാണ് അവൻ ഉമ്മ വെച്ചത്. എന്തായാലും സിമാജിയാവോ അതത്ര കാര്യമാക്കുന്നില്ല. അതിനുശേഷം രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട്. അവൻ അന്ന് രാത്രി മാർക്കിസിൻ്റെ മകളുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ എന്ന് അവൾ അന്വേഷിക്കുന്നു. ചെല്ലാമെന്ന് അവൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ മാർക്കിസ് അന്ന് ആ കനാൽ ഉണ്ടാക്കുന്ന വിഷയം പറഞ്ഞ് അവനെ വല്ലാതെ ഫോഴ്സ് ചെയ്തിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അയാളുടെ മകളുടെ അടുത്തേക്ക് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് അവൻ പറയുന്നു. ആ കനാലിൻ്റെ പ്രശ്നം ശരിക്കും എന്താണെന്ന് തിങ്ങാൻ അവനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കനാൽ അവിടെ ഉണ്ടാക്കുന്നത് അവിടുത്തെ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിലുമൊക്കെ വികസനമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന് വലിയൊരു തുക ചിലവാക്കേണ്ടി വരും. അങ്ങനെ തുക എടുക്കണമെങ്കിൽ അത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചു വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാൻ പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സിമാജിയാവോ ആകെ കൺഫ്യൂഷനിലാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം അവൻ ഇത് മാറ്റി വെച്ചിരുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ കനാൽ വരുന്നത് ജനങ്ങൾക്ക് വലിയൊരു നന്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ദൈവം തന്നെ നിന്നെ നേരിട്ട് സഹായിച്ചേക്കുമെന്ന് തിങ്ങാൻ പറയുന്നു. അവൻ പക്ഷേ അത് പുഞ്ചിരിച്ച് കളഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ്, ഞാനൊരു ഫെയറിയാണെന്ന് മറക്കണ്ട, എനിക്ക് ചിലപ്പോൾ നിന്നെ സഹായിക്കാൻ സാധിച്ചേക്കും എന്ന് തിങ്ങാൻ പറയുന്നത്. മാത്രമല്ല, മാർക്കിസ് ഇങ്ങനെ ഒരു കാര്യം ഇത്ര കാര്യമായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അതിന് പിന്നിൽ യോയുവാൻ്റെ എന്തെങ്കിലും പ്ലാൻ കാണുമോ, പുറമേ കാണുന്നതിനപ്പുറം ഇതിന് വേറെന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാണുമോ എന്നൊക്കെ തിങ്ങാൻ സംശയം തോന്നിയിരുന്നു. എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാവുന്നതുപോലെ അവനെ സഹായിക്കാമെന്ന് അവൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്.